Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി നല്ല സ്പെഷ്യൽ പായസം റെസിപ്പിയാണ്. കാരമലൈസ് ചെയ്തിട്ടുള്ള സേമിയ പായസം റെസിപ്പി. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പായസമാണല്ലോ സേമിയ പായസം. അപ്പോൾ നമ്മൾക്ക് അത് ഒന്നുകൂടെ ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് അല്പം കാരമലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പായസത്തിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു കളറുമാണ്, നല്ല ടേസ്റ്റുമാണ് കാരമലൈസ് ചെയ്ത പായസത്തിന്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ പായസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജൂൺ 15 ഈദിൻ്റെ അന്നായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ 15 പേർക്കുള്ള പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് സേമിയ എടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് സേമിയാണോ അത് യൂസ് ചെയ്യാം. അപ്പോൾ കുക്കിംഗ് ടൈം ഒന്ന് നോക്കിയെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് പാല് 2 ലിറ്റർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ലിറ്റർ പാലിലേക്ക് 2 കപ്പ് സേമിയ മതി, അതിൽ കൂടുതൽ എടുക്കണ്ട. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാമോളം നെയ്യ് ഇതുപോലെ മെൽട്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഏലക്ക പൊടിച്ചതാണിത്, 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അതും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊന്ന് നെയ്യിലൊന്ന് വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് വീണ്ടും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാരയാണ്. 1/4 കപ്പ് മതി കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അധികം എടുക്കണ്ട. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കിയത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പ് ചെറു ചൂടുവെള്ളമാണ്. അത് നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ അല്പം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിലേക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ കാരമലൈസ് ചെയ്തിട്ടുള്ള സേമിയ പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് കാരമലൈസ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം ചെറിയ ഫ്ലെയിമിൽ വെക്കുക, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം നമ്മളിതിലേക്ക് കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾക്ക്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവട്ടെ, നല്ല ഗോൾഡൻ കളർ ആവട്ടെ, കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായ ശേഷം നമ്മൾക്കതിലേക്ക് അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കാരമൽ കിട്ടേണ്ടത്. പിന്നെ പഞ്ചസാര മെൽറ്റ് ആയതിലേക്ക് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഹാർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അല്പം നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. പാൽ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് കുറുകി വരണം. എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അത്രയും ടൈമിൽ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. പാൽ നമ്മളവിടെ തിളയ്ക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ അല്പം നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയും ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ വറുത്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരും, എന്നിട്ട് നമ്മൾ ഉണക്കമുന്തിരി ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുക. രണ്ടും 2 വേവാണ്. ഞാനിപ്പോൾ ഒരുമിച്ച് ചെറിയ ഫ്ലെയിമിലാണ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു 3 ടീസ്പൂൺ നെയ്യ് മെൽട്ടാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ടും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വരുന്നത് വരെ നമ്മളത് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള സേമിയാണെന്ന്. നിങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല അത്യാവശ്യം കട്ടിയുള്ള സേമിയ ആണെങ്കിൽ അത് അല്പം കൂടി കുറച്ചുകൂടെ നേരം നമ്മൾ വറുത്തെടുക്കണം. ഇത് നല്ല തിന്നായതുകൊണ്ട് അധികം നേരം നമ്മൾ വറുത്തെടുക്കണ്ട. ഇതും ചെറിയ ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം നെയ്യിൽ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ അല്പം കൂടി ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വറുക്കാത്ത സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എന്തിനാന്നുള്ളത് ലാസ്റ്റ് പറയാം.
അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ ഈ ഒരു കളറിൽ നമ്മൾക്ക് വറുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പക്ഷെ തിളച്ചിട്ടില്ല. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം പാല്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുമ്പ് നമ്മൾ മിക്സ് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മൾ പാലിലിപ്പോൾ 2 കപ്പ് വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് നന്നായിട്ട് തിളച്ച് വരണം. 2-3 പ്രാവശ്യം നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ സേമിയ ആദ്യം തന്നെ നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കും, എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതിലും ടേസ്റ്റാണ് നമ്മൾ പാലിലേക്ക് പഞ്ചസാരയും അതുപോലെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് നല്ല പാകമാക്കിയ ശേഷം നമ്മൾ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുമ്പോൾ സേമിയക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏലക്ക പൊടിച്ചത് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതും മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പാല്. ഇപ്പോൾ വീണ്ടും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെക്കാം, എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, പായസത്തിൻ്റെ മിക്സ്ചർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയാണ്. അപ്പം പാൽ നന്നായിട്ട് റെഡി ആയ ശേഷം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്, പക്ഷേ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും പാല് കൂടുതലും കുറവാണ് സേമിയ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളത് റെഡി ആയി വരുന്ന സമയത്ത് നല്ല പാകത്തിലുള്ള സേമിയ ആയിരിക്കും ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കൂടുതൽ സേമിയ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കപ്പ് മതി 2 ലിറ്റർ പാലിലേക്ക്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മളുടെ സേമിയ പായസം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് സേമിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്, പാലും അതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ വറുക്കാത്ത സേമിയ കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് സെയിം സേമിയ തന്നെ ചേർത്ത് കൊടുക്കാം വറുക്കാത്തത്, അല്ലെങ്കിൽ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള സേമിയ ഉണ്ട്, ക്യാരറ്റ് സേമിയ അതുപോലെ രാഗി സേമിയ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ലൊരു തിക്നെസ് വരും നമ്മുടെ പായസത്തിന്, നല്ല പാകത്തിനുള്ള തിക്നെസ് ആയിരിക്കും കിട്ടൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സേമിയ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി, വല്ലാണ്ട് ഈ സേമിയ കുക്കാക്കണ്ട. കാരണം അങ്ങനെ വരുമ്പോഴേ നല്ല പാകത്തിനുള്ള ഒരു സേമിയ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവത്തിൽ നമ്മൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്ത സേമിയ വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ കാണുമ്പോൾ നമ്മൾ സേമിയ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ, പക്ഷെ നമ്മളത് കുക്കായി വന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നാൽ സേമിയൊക്കെ നല്ല പാകത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. അപ്പോൾ നമ്മളുടെ പായസം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൂടുതൽ നേരം തിളപ്പിക്കരുത്, അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി മാറും, പിന്നെ നല്ല കട്ടിയാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പായസം കിട്ടേണ്ടത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. കാരമലൈസ് ചെയ്തിട്ടുള്ള സേമിയ പായസം, അടിപൊളി പായസമാണ്.
അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. വല്ലാണ്ട് തിക്കായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടച്ചു വെക്കുമ്പോൾ കൂടുതൽ തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിത് അല്പനേരം അടച്ചു വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ തിക്നെസ്, ഈ ഒരു പരുവാണ് നമുക്ക് പായസത്തിൻ്റെ തിക്നെസ് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ കാരമലൈസ് സേമിയ പായസം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ എഴുതി അറിയിക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. താങ്ക്